ജാൻമണിയും അഭിഷേകും തമ്മിൽ കിച്ചണിൽ പൊരിഞ്ഞടി തുടങ്ങി വെച്ചത് ജാൻമണി തന്നെയാണ്. എനിക്ക് താങ്കളുടെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാൻമണി തന്നെയാണ് തുടങ്ങി വെച്ചത്. അപ്പോൾ അവിടെ അഭിഷേക് പറഞ്ഞു, സംസാരിക്കാനായിട്ട് എനിക്ക് ഇത് മനസ്സിലായിട്ട് വേണ്ട, എന്താ പറയുന്നത് എന്ന് മനസ്സിലായിട്ട് വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ജാൻമണി വീണ്ടും അവിടെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവിടെ അഭിഷേക് പറഞ്ഞു, എനിക്ക് ഈ ഏലിയൻ ലാംഗ്വേജ് ഒന്നും മനസ്സിലാവില്ല എന്ന് അവിടെ പറഞ്ഞു. അത് കേട്ട വഴിക്ക് പിന്നെ ജാൻമണി അങ്ങ് തുടങ്ങി, എന്നെ കണ്ടു കഴിഞ്ഞാൽ ഏലിയനെ പോലെയുണ്ടോ കാണാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ ജാൻമണി തുടങ്ങി. ജാൻമണിയുടേതായ ഭാഷയിൽ ജാൻമണി പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു. അഭിഷേക് പറഞ്ഞു, എനിക്ക് ഈ ഏലിയൻ ലാംഗ്വേജ് മനസ്സിലാകുന്നില്ല, മനസ്സിലായാലേ എനിക്ക് മറുപടി പറയാൻ പറ്റൂ, അല്ലാതെ ഞാൻ എന്ത് മറുപടിയാണ് ഇപ്പൊ കൊടുക്കുക എന്ന് പറഞ്ഞു. അവസാനം ജാസ്മിൻ ഇടപെട്ടു, എന്താണ് ഈ ഏലിയൻ ലാംഗ്വേജ്, എന്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജാസ്മിൻ ഇടപെട്ടു. അപ്പൊ പറഞ്ഞു, നമുക്ക് മനസ്സിലാവാത്ത എന്തിനും ഏലിയൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം, എനിക്ക് ആ വ്യക്തിയുടെ ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഏലിയൻ ലാംഗ്വേജ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ജാൻമണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ ഏലിയൻ എന്ന് വിളിച്ച് എന്നെ കാണാനായിട്ട് എന്റെ ഏലിയന്റെ പോലെയുണ്ടോ, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ അഭിഷേക് പറഞ്ഞു, ഏറിപ്പോയാൽ നിങ്ങൾ ശപിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പ്രാകും, ഇത്രയല്ലേ ഉള്ളൂ, അതിക്ക് പ്രശ്നമില്ല എന്ന് അവിടെ അഭിഷേക് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അഭിഷേകിനെ അവിടെ ജാൻമണിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അഭിഷേക് LGBTQ എതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഈ അഭിഷേകിനെ അത്രയ്ക്ക് അങ്ങ് ജാൻമണിക്ക് ഇഷ്ടപ്പെടാത്തത്. അത് മറ്റേ അഭിഷേക് വന്ന് പറഞ്ഞിരുന്നു ജാൻമണിയുടെ അടുത്ത്, നമ്മുടെ ഗേ ആയിട്ടുള്ള അഭിഷേക് വന്ന് പറഞ്ഞിരുന്നു ജാൻമണിയുടെ അടുത്ത്, അവൻ നമുക്കെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. അപ്പം തൊട്ട് തുടങ്ങിയതാണ് ജാൻമണിയുടെ ക്രിമികടി. പക്ഷേ ഈ അഭിഷേക് അവിടെ ജാൻമണിയുടെ അടുത്ത് പ്രശ്നത്തിനൊന്നും വന്നിരുന്നില്ല, പക്ഷെ തുടക്കം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുകയാണ് ജാൻമണി. ജാൻമണിയുടെ പ്രാകലും ഇതൊക്കെ ഇപ്പോഴേ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. എന്തായാലും കണ്ടറിയാം.